ബൈബിള് അല്ലെങ്കിൽ വേദപുസ്തകം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ് അവരതിനെ കാണുന്നത്. ചിലർക്കതിനെ ഒരു മതഗ്രന്ഥമായിട്ട് കാണും, ചിലരതിനെ ഒരു റഫറൻസ് ഗ്രന്ഥമായി കാണും, ചിലരതിനെ ഒരു ആത്മീയ പുസ്തകമായി അതിനെ കാണും. പല രീതിയിലാണ് അതിനെ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തെയും വിശ്വാസത്തെയും കെട്ടിപ്പടുക്കുകയും ദൈവത്തെ അറിയുവാനും ദൈവികമായിരിക്കുന്ന ഒരു ബോധത്തിൽ ജീവിക്കാനുമൊക്കെ സഹായിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമെന്നാണ് ഞാനതിനെ കാണുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈബിൾ വായിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനവും അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആശ്വാസവും അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മീയ ചൈതന്യവുമൊക്കെയാണ് വേദപുസ്തകത്തെ അല്ലെങ്കിൽ ബൈബിളിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത്. അതിൻ്റെ മനോഹരമായിരിക്കുന്ന അത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, തെറ്റ് സംഭവിച്ചതിനെ തെറ്റാണെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ദൈവമനുഷ്യർ അല്ലെ ദൈവിക ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യരിൽ വന്ന വീഴ്ചകളും താഴ്ചകളും കുറവുകളുമൊക്കെ അത് കുറവ് തന്നെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ കുറവുകളെല്ലാം തന്നെ ഒരു വലിയ ഭീകരമായിരിക്കുന്ന ഒരു അബദ്ധമോ അല്ലെങ്കിൽ തെറ്റോ എന്നൊന്നുമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ ജീവിതത്തിലെ താഴ്ചകളും കുറവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെയും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ആ കാര്യങ്ങളെയൊക്കെ പിന്തള്ളുവാൻ കാരണമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് വേദപുസ്തകത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അതിനെ ഭാഗഭാക്കാക്കുവാൻ കഴിയുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ ബൈബിളിൽ നിങ്ങൾ വായിച്ചാൽ അത് ഏറ്റവും നല്ല സന്മാർഗപരമായിരിക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് തരുന്നത്. ബൈബിളിൻ്റെ കാതലായ വിഷയമെന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹവും വിശ്വാസവും ഒക്കെയാണ് ബൈബിളിൻ്റെ കാതലായ കാര്യം. ബൈബിൾ എന്തിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബൈബിള് എഴുതിയിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ രണ്ട് വാക്കിൽ ഈ ബൈബിളിൻ്റെ കാര്യം പറയാമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ: സ്നേഹവും വിശ്വാസവും. ഇതാണ് ബൈബിളിൻ്റെ ആത്യന്തികമായിരിക്കുന്ന അതിൻ്റെ അകത്തെ ഉപദേശമെന്ന് പറയുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒരു മനുഷ്യജീവിതത്തെ എങ്ങനെയാണ് മനോഹരമായി ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്നത്, ജീവിച്ചു തീർക്കുവാൻ കഴിയുന്നതെന്നുള്ള ഒരു വലിയ നിർദ്ദേശമാണ് അതിലുണ്ടായിരിക്കുന്നത്. ബൈബിൾ ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുപ്പാനെന്നാണ് പറഞ്ഞത്. അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ആശയ സംഹിതയാണ് ബൈബിൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ബൈബിളിൽ പലപ്പോഴും ആളുകൾ അതിനെ തെറ്റായ രീതിയിൽ കാണുകയും തെറ്റായ രീതിയിൽ അതിനോട് സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും അതിൽ നിന്ന് അവർക്ക് പ്രയോജനം ലഭിക്കാതെ, അല്ലെങ്കിൽ ബൈബിൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ബൈബിൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിക്കാൻ കഴിയാതെ ജീവിതത്തിൽ വളരെ നിരാശയിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്. യേശുക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ കലങ്ങിപ്പോകേണ്ട കാര്യമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ബൈബിൾ ഒരിക്കലും ഒരു മത്സരാധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നത് വഴി നീ വിജയിക്കുന്ന ഒരു ചിന്താധാരയല്ല ബൈബിളിൻ്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. യേശുവിടെ പറയുന്നത് ഞാൻ ലോകത്തെ ജയിച്ചെന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ പത്രോസിനെയും പീറ്ററിനെയും ജയിച്ചു, റോമാക്കാരെ ജയിച്ചു, കള്ള യഹൂദന്മാരെ പുരോഹിതന്മാരെ ഞാൻ ജയിച്ചു, ന്യായശാസ്ത്രിമാരെയും പരീശന്മാരെ ഞാൻ ജയിച്ചു എന്നല്ല യേശു പറയുന്നത്. യേശു പറയുന്നത് എന്താ? ഞാൻ ലോകത്തെ ജയിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തെ ജയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, ലോകത്തിൻ്റെ പ്രക്രിയ, ലോകത്തിൻ്റെ സിസ്റ്റം എന്താണ്? യേശു വന്നപ്പോൾ കണ്ടതെന്താ? ജനങ്ങളെ വേർതിരിച്ച് നടത്തുന്ന, അടിമകളാക്കി നടത്തുന്ന, ചെറിയവനെന്നും വലിയവനെന്നും മാറ്റി നിർത്തുന്ന, റോമാക്കാരും യഹൂദന്മാരും യവനന്മാരും എന്നൊക്കെ പറയുന്ന കാറ്റഗറി ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ലോകത്തിൻ്റെ സിസ്റ്റമാണ്.
അതുപോലെ തന്നെ മനുഷ്യൻ്റെ കുടുംബത്തിൽ തന്നെ അവൻ്റെ 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 സമൂഹത്തിൽ തന്നെ വീണ്ടും ചെറുതാക്കണം. പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും മുക്കുവനെന്നും തൊഴിലാളികളെന്നും ഇങ്ങനെയുള്ള പല കാറ്റഗറി ചെയ്യുന്ന ആ ഒരു വ്യവസ്ഥയുണ്ട്. യേശു അതിനെല്ലാം അതിജീവിച്ചു. യേശുവിൻ്റെ കൂടെ വൈദഗ്ധ്യമുള്ള മുക്കുവന്മാർ, അവർ വിദ്യാഭ്യാസമില്ലായിരുന്നെങ്കിൽ അവർക്ക് വൈദഗ്ധ്യങ്ങളുണ്ടായിരുന്നു, സ്കില്ലുണ്ടായിരുന്നു, അവർക്ക് ധൈര്യമുണ്ടായിരുന്നു അവർക്ക്. എന്നാൽ നിക്കോദീമോസിനും മത്തായിക്കും ഒക്കെ ലൂക്കോസിനൊന്നും അത്ര ധൈര്യമില്ല, മുക്കുവന്മാരുടെ അത്ര ധൈര്യമില്ല. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, പാണ്ഡിത്യമുണ്ട്, വൈദഗ്ധ്യം അവർക്ക് ഈ മേഖലയിലില്ല. അപ്പോൾ ഓരോ മേഖലയിലും അവർക്ക് എന്താണോ വേണ്ടത് അതിലെല്ലാം അവർ മാസ്റ്റേഴ്സാണ്, എക്സ്പേർട്ടാണ്. അവരെ അതിലാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അവരുടെ ആ ആർജവത്തെ, ധൈര്യത്തെ, ആ ഉത്സാഹത്തെ, ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. ആഫ്റ്റർ ഓൾ മനുഷ്യരെ നമ്മൾ കാണേണ്ടത് മനുഷ്യനായിട്ടും ദൈവീക സൃഷ്ടിയുടെ ഏറ്റവും മകുടമായിരിക്കുന്ന ഒരു വലിയ സൃഷ്ടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരു വ്യക്തികളോടല്ല വിജയമെന്ന് പറയുന്നത്, ലോകത്തിൻ്റെ ഈ സിസ്റ്റത്തോടെ നാം ജയിക്കണം. വേർതിരിവിൻ്റെ സിസ്റ്റത്തെ, അനീതിയുടെ സിസ്റ്റത്തെ, അക്രമത്തിൻ്റെ സിസ്റ്റത്തെ, വെറുപ്പിൻ്റെ സിസ്റ്റത്തെ, പകയുടെ സിസ്റ്റത്തെ, ഈ സിസ്റ്റങ്ങളെ, ഈ സംവിധാനങ്ങളെ എല്ലാം ജയിക്കുന്നതാണ് യേശു പറഞ്ഞ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ ഈ തെറ്റായ സിസ്റ്റങ്ങളെല്ലാം ജയിച്ചിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസപ്രകാരം നമ്മുടെ ജയമെന്ന് പറയുന്ന മറ്റൊരുവനെ തോൽപ്പിക്കുന്നതിലല്ല നമ്മുടെ ജയം ഇരിക്കുന്നത്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, വളരെ പ്രശസ്തമാണ് ആ വാക്ക്. അതാണ് ഓരോ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഓട്ടം തികച്ചു എന്നാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ഓടി ജയിച്ചു എന്നല്ല പറയുന്നത്. ഓടി ജയിക്കണമെങ്കിൽ ഞാൻ ഒരുത്തരം തോൽപ്പിക്കണം. അതാണ് ജയിക്കുന്നു എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്. അതാണ്, ഞാൻ ഒരാളെ തോൽപ്പിച്ചു. പൗലോസ് പറയുന്നത് ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഇതിൽ ഞാൻ ആരും തോൽപ്പിച്ചില്ല. ഞാൻ ഓട്ടം ഓടി, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. നിങ്ങൾക്കും ഓടാം, നിങ്ങൾക്കും ആ ഓട്ടം തികയ്ക്കാം. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊരുവനെ ഞാൻ തോൽപ്പിച്ചു, ജയിച്ചു എന്നല്ല, ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചു എന്നാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ അവനേക്കാൾ. ചിലർ പറയുന്നുണ്ട്, ഇങ്ങനൊരു പാട്ടുണ്ട്, കൂട്ടുകാരിൽ പാരാമായിട്ടെന്നെ ആനന്ദതൈലം അഭിഷേകം ചെയ്തു എന്ന് പറയും. ആ പാട്ട് ബേസിക്കലി അതൊരു ക്രിസ്തീയ വീക്ഷണത്തിൽ അതൊരു തെറ്റായാണ്. കൂട്ടുകാരിൽ പരമായിട്ട് ദാവീദ് പറയുന്ന ഒരു ഭാഗമാണത്. പക്ഷെ ദാവീദ് അത് തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു ദൈവവഴിയിൽ നടന്നതിൻ്റെയും ദൈവത്തെ ആശ്രയിച്ചതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പറഞ്ഞതാണ്. ഒരു ക്രിസ്തീയ വീക്ഷണത്തിൽ അത് തെറ്റാണ്. കൂട്ടുകാരിൽ പരമായിട്ടല്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നൊരു ദൈവത്തെയാണ് നമ്മൾ കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇവിടെ യേശു പഠിപ്പിച്ചതും അത് തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തെ ജയിക്കുമ്പോൾ അനീതികളെയും അക്രമത്തെയും പകയെയും വെറുപ്പിനെയും അഹങ്കാരത്തെയും ഇതിനെല്ലാം ജയിക്കുമ്പോൾ ക്രിസ്തീയ വീക്ഷണം നമ്മുടെ വ്യക്തിപരമായ വിജയത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചിരിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ ഏൽപ്പിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ്, അത് ഞാൻ തികച്ചിരിക്കുന്നു, അത് ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതാണ് ബൈബിൾ വീക്ഷണമെന്ന് പറയുന്നത്. ഇതാണ് ദൈവവചന വീക്ഷണമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഓടി തോൽപ്പിച്ചുകൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്, ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചത് കൊണ്ടാണ് ഞാൻ ജയിക്കുന്നത്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. ഓരോ ക്രിസ്തീയ വിശ്വാസിയും മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഒരുത്തനെ തോൽപ്പിക്കുന്നത് കൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്, ഞാൻ എൻ്റെ ഓട്ടം ഓടി തികയ്ക്കുന്നത് കൊണ്ടാണ്. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനാണ്. ഇന്ന് ചില ദൈവദാസന്മാർ പറയുന്ന അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന എന്നൊക്കെ പറഞ്ഞ പോലെ ചില ദൈവദാസന്മാർ ശപിക്കുകയും പ്രാകുകയും മരണത്തെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് ദൈവികമാണ്, അത് ബൈബിൾ പരമായ ഒരു കാര്യമല്ല, ദൈവവചന പ്രകാരമുള്ള ഒരു കാര്യമല്ലത്.
കാരണം ബൈബിൾ എപ്പോഴും പഠിപ്പിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ബൈബിൾ ഒരിക്കലും നമുക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ദോഷം നിൽക്കുന്ന ഒരാളെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ക്രിസ്തീയ ദൈവവചനപ്രകാരം അത് ഭൂഷണമല്ല, അതൊരു നല്ല കാര്യമല്ല. യേശു അതാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ യേശു നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താണ്? അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവവചനപ്രകാരം, തിരുവചനപ്രകാരം, ബൈബിൾ പ്രകാരം നമ്മുടെ ജയമെന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തെയാണ് ജയിക്കേണ്ടത്. ലോകത്തിൻ്റെ സിസ്റ്റം എന്നാണ്? വേർതിരിവിൻ്റെ സിസ്റ്റം. പകയുടെയും വൈരാഗ്യത്തിൻ്റെയും കലാപത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും നിന്ദയുടെയും വേർതിരിവിൻ്റെയും അഴിമതിയുടെയൊക്കെ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ ജയിക്കേണ്ടത്. വ്യക്തിപരമായി നമ്മൾ ഒരുവനെ തോപ്പിച്ചുകൊണ്ടല്ല നമ്മുടെ ജയം പ്രഖ്യാപിക്കേണ്ടത്. അത് ഈ ലോകത്തിൻ്റെ സിസ്റ്റം. ഓടി അവരെല്ലാം ഞാൻ തോപ്പിച്ചു, ഗെയിമിൽ ഞാൻ അവരെ തോപ്പിച്ചു, ഞാൻ ജയിച്ചു. ക്രിസ്തീയ വിശ്വാസപ്രകാരം പൗലോസ് അത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. നല്ല പോർ പൊരുതി ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓട്ടം തികയ്ക്കുന്നതാണ് നമ്മുടെ ജയമെന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതി, പ്ലാൻ എന്താണോ അത് പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യം പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ വിജയം. 10 താലന്ത് കിട്ടിയവൻ 10 താലന്തും കൂടെ നേടുന്നതാണ് വിജയം. അല്ലാതെ 5 താലന്ത് കിട്ടിയവനെ പറ്റിച്ച് ഞാൻ അവൻ്റെ 5 താലന്ത് മേടിച്ച് ഞാനൊരു 5 താലന്ത് ഉണ്ടാക്കി എന്ന് പറയുന്നതല്ല വിജയം എന്ന് പറയുന്നത്. അവൻ 5 താലന്ത് കിട്ടിയപ്പോൾ അവൻ 10 ഉണ്ടാക്കി, എനിക്ക് 10 കിട്ടിയപ്പോൾ 20 ഉണ്ടാക്കി. എനിക്ക് ലഭിച്ച കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടെ ഞാനത് പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ, അടുത്ത ദിവസം നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ, അടുത്ത പ്രാവശ്യം നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവേ, ഈ ലോകത്തിൻ്റെ ഈ തകർന്ന സിസ്റ്റത്തെ ജയിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. അനീതിയും അഴിമതിയും വേർതിരിവുകളും ഉച്ചനീചത്വങ്ങളും കലാപങ്ങളും പകയും പിണക്കവും വൈരാഗ്യങ്ങളും ഒക്കെയുള്ള ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തെ ജയിക്കാൻ കർത്താവിനെ സഹായിക്കണമേ. അടുത്തതായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണോ അത് ഓടി തികയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ദൈവവചനം വായിക്കാൻ കൈകളിലെടുത്താൽ തീർച്ചയായും ദൈവവചനം നിങ്ങളെ അതിലേക്ക് തന്നെ നയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ജീവൻ്റെ ശുശ്രൂഷയാകട്ടെ, ജീവൻ പകരുന്ന ശുശ്രൂഷയാകട്ടെ, നമ്മുടെ ജീവിതം ജീവൻ കൊടുക്കുന്ന ജീവിതമാകട്ടെ, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്ന ശുശ്രൂഷ ജീവിതമാകട്ടെ നമ്മുടേത്. ഓർക്കുക, വിജയം മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതല്ല, നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ പർപ്പസുകളും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിക്കുന്നതാണ് വിജയമെന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്ന ജയം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ തെറ്റായ, ക്ഷയാത്മകമായ, നാശോന്മുഖമായ സംവിധാനങ്ങളെ ഞാൻ ജയിച്ചിരിക്കുന്നു. അതാണ് ഓരോ ദൈവവൈതലിനും പറയാനായിട്ടുള്ളത്. നമ്മുടെ വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ദൈവവചനം വീണ്ടും നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.